നിത്യജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായി നാം ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു സുന്നത്താണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളത് ചൊല്ലുന്നവരാണ്, പക്ഷെ അതിലൊരു കാർക്കശ്യം നമുക്ക് നല്ലതാണ്. നമ്മളിവിടെ ഇങ്ങനെ തൊട്ട് നോക്കിയാലേ ഒരു മിടിപ്പ് ഇങ്ങനെ അറിയാം. ഇവിടെ ഇങ്ങനെ തൊട്ടാലൊരു മിടിപ്പ് അറിയാം. കേവലം കുറഞ്ഞ മിടിപ്പുകളുടെ പേരാണ് ദുന്യാവ്. ഈ മിടിപ്പ് നിന്നാൽ പേര് മയ്യിത്താണ്. ഇപ്പോഴാണ് ഓരോരുത്തർ തൊട്ടുനോക്കാൻ തോന്നുന്നുണ്ട്, ഉണ്ടോ ഇല്ലയെന്ന്. ഇവിടെ അങ്ങനെ തൊട്ടാ അറിയാം ഒരു മിടിപ്പ്. ഇതിന്റെ പേരാണ് മനുഷ്യന്. ഈ മിടിപ്പ് നിന്നാൽ പേരങ്ങോട്ട് പോയി, മയ്യിത്തായി. ഈ മിടിപ്പിന്റെ പവർ കൊണ്ടാണ് ഞാൻ പ്രഭാഷകൻ എന്ന് എന്നെ വിളിക്കപ്പെടുന്നത്. റഹ്മാനി, ഉസ്താദ്, ഖതീബ്, മുദരിസ് എന്നൊക്കെണ്ടാവും ഓരോ പേരുകൾ. വ്യത്യസ്ത ക്വാളിഫിക്കേഷൻ നമ്മൾ അറിയപ്പെടാൻ കാരണം ഈ മിടിപ്പുകളാണ്. മിടിപ്പ് നിന്നാൽ ഒറ്റ പേരിലാണ് എല്ലാ പേരുകളും തകർന്നടിഞ്ഞു. ഒറ്റ പേര് മാത്രം നിലനിൽക്കും. അത് പുതിയ പേരാ, ഇപ്പൊ ഇല്ലാത്ത പേരാ. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഞാൻ മയ്യത്ത് എന്ന് വിളിച്ചാൽ എന്നൊന്ന് മയ്യത്ത് മൂല്യരെന്ന് വിളിച്ചോക്കാണെങ്കിൽ വിവരമുണ്ട്. ഞങ്ങൾ ആരെങ്കിലും മയ്യത്ത് പ്രസിഡന്റ്, മയ്യത്ത് സെക്രട്ടറി എന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പോഴുള്ള എല്ലാ പേരും കണ്ടുപോകും, ഒരു പുതിയ പേരും കണ്ടുവരും. ആ പേരിലായിരിക്കും ഭാര്യയും മക്കളും ശിഷ്യന്മാരും സംഘാടകരും സ്നേഹിതന്മാരും വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വിളിക്കണ പിന്നെ ആ പേരിലായിരിക്കും മയ്യത്ത്. കേവലം മിടിപ്പുകൾ, അതിന്റെ പേരാണ് ദുന്യാവ്. അപ്പൊ ഈ മിടിപ്പുകൾക്കൊരു ശുക്ർ വേണ്ടേ? എത്ര കാലമായി ഇതിങ്ങനെ ടിക് 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 ടിക്. ആരെങ്കിലും ബില്ലടച്ചിട്ടപ്പത് അള്ളാഹു താല പറയണം ഓരോ മിടിപ്പിനും ബില്ലടക്കണം എന്ന് പറഞ്ഞാൽ മുതലാളിമാരെ വരെ കുടുങ്ങും. കാരണം എന്ത് വിറ്റിട്ടാ കൊടുക്കുക? എത്ര വെച്ചിട്ടപ്പോ പൈസ കിട്ടുക? ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ അടിച്ചോണ്ടാ നമ്മൾ വിവരം അറിയാത്തത്. ശ്വാസം അങ്ങനെ തന്നെ. ശ്വാസം ഇപ്പൊ ഫ്രീ ആയിട്ട് എങ്ങനെ കിട്ടുന്നുണ്ട്? ഫ്രീ ഓക്സിജനാ. ഓക്സിജന് വഴിമുട്ടിയിട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൃത്രിമായിട്ട് സിറിഞ്ച് ഇങ്ങനെ ശ്വാസം അടിച്ചു കൊടുക്കണം. കൃത്രിമ ഓക്സിജൻ അടിച്ചിട്ട് ബില്ലിങ്ങനെ കെട്ടുമ്പോഴാണ് ഓരോ ശ്വാസത്തിന്റെ നിലവാരം നമ്മൾ അറിയാം. ഇപ്പൊ അറിയില്ല. കുറഞ്ഞ ശ്വാസങ്ങളും കുറഞ്ഞ മിടിപ്പുകളും, അതിന്റെ പേരാണ് ദുന്യാവ്. അപ്പൊ അതിനൊപ്പിച്ച് അതിനനുസരിച്ച് കൊണ്ട് എണ്ണത്തിൽ ശുക്ർ ചെയ്യാൻ ദിക്ർ കൊണ്ട് നമുക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ്. എന്നാ പിന്നെ അള്ളാഹു തആല എങ്ങനെങ്കിലും ഒന്ന് ഉള്ളത് ഗുണിച്ച് 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 അതിന്റെ ഒപ്പം എത്തിക്കാനുള്ള പരിപാടി. അള്ളാഹിന്റെ പരിപാടി അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതിന്റെ ഡബിൾ അല്ല, ട്രിപ്പിൾ അല്ല, അതിന്റെ ഇരട്ടിക്ക് 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 ഇരട്ടിക്കാക്കിയിട്ട് അങ്ങോട്ട് എത്തിക്കാനുള്ള പരിപാടിയാണ്. എന്നാലെങ്കിൽ ഈ മിടിപ്പിനൊത്തിട്ട് എണ്ണ അങ്ങോട്ട് വരട്ടെ എന്നുള്ളതാണ്. ഈ ശ്വാസത്തിനൊത്തിട്ട് എണ്ണ അങ്ങോട്ട് വരട്ടെ എന്നുള്ളതാണ്. അതിന് പോലും നമുക്ക് അവസരമില്ലാതെ നീച്ച് ഓടുകയാണെങ്കിൽ, അപ്പൊ ഞാൻ എന്നാ അതാണ് പറയാൻ പോട്ടെ. നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് അതിലൊരു കാർക്കശ്യം ഉണ്ടാകുക. ഏതാണെന്നറിയാം? നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ട് നിറയുന്ന ഒരു ശമ്പളത്തിനെ കുറിച്ചാണെന്ന് പറയാൻ പോണത്. നമ്മൾ അറിയാതെ ഒരു മാസത്തിൽ ആഖിറത്തിൽ ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞു പോകും. അങ്ങനെ നമ്മളൊരു വരുമാനത്തെ കുറിച്ചാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അത് ഓർമ്മപ്പെടുത്തലോടുകൂടി ജീവിതത്തിൽ വളരെ ഗൗരവത്തിൽ പരിരക്ഷിക്കുമെന്ന് നിങ്ങളൊക്കെ ഒന്ന് തീരുമാനം എടുത്തില്ലേ? ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാനത് സംരക്ഷിക്കുന്ന ആളുമാണ്. ഇത്ര തിരക്കാണെങ്കിൽ ആ ദിക്ർ ഞാൻ ഒഴിവാക്കലില്ല. എന്നാ റെഡി പറയാൻ പോലെ ഇല്ല, നിങ്ങൾ റെഡി ആയിട്ടില്ല. പുതിയതൊന്നുമല്ല. ഓരോ നിസ്കാരത്തിന് ശേഷം 33 വട്ടം അതൊന്നാണ്ട് എണ്ണിയൊക്കെയാണ് നിങ്ങൾ. 33 33 33 99. പിന്നെ അവിടേക്കൊന്ന് ഇതും കൂടി ഇങ്ങോട്ട് ചേർക്കണം കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് മതി. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് അവിടെ വേണ്ട. എന്ത് മതി? ലാ ഇലാഹ ഇല്ലല്ലാഹു പിന്നെ ലഹുൽ മുൽക്ക് അവിടെ വേണ്ട. എവിടെയും പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ എത്രനായി? അങ്ങനെ ഉണ്ട് പിടിച്ചോളിട്ടോ. അവിടേക്ക് ഒരു 10 ദിക്ർ മറ്റേതുകൊണ്ട് ചേർത്തി കൊടുത്താല് അഫ്ളൽ ദിക്റേ. അപ്പൊ എത്രനായി? ഒരു ദിവസം എത്ര വക്താളുള്ളത്? 5 × 110 സമം 550. അത് 550 നമ്മളെ കണക്ക്, അള്ളാന്റെ കണക്കില്ല. അതല്ല, നമ്മൾ 550 ദിക്ർ ഇല്ലാൽ അള്ളാഹു അത് 10 കൊണ്ട് ഗുണിക്കും. അപ്പൊ എത്രയായി? ശരി. കണ്ട ഈ
ഇതാണല്ലോ ഇപ്പൊ നമ്മൾ തമ്മിൽ പറ്റാത്തത്. ആ കണ്ട ഓരോരുത്തരും മറ്റവരോട് ചോദിക്കണ്ടേ ഏതാ അദ്വോ എന്ന് പറഞ്ഞോട് ചെങ്ങായി ഇപ്പൊ ആലളകുന്നാണ്. 10 ഗുണം 550 സമം 5500. 75,000. ഞാൻ നാളെ മുതൽ കണക്ക് തുടങ്ങേണ്ടി വരും തോന്നുന്നുണ്ട് ഇവിടെ. 10 ഗുണം 5000 എത്ര ഇപ്പൊ നമ്മള് കണക്കൂട്ടേ? 10 ഗുണം 550 അല്ലേ? 10 ഗുണം 550 സമം 55,000 ഒന്നും വരൂല. 5500. 5500 അല്ലേ? അത് 30 കൊണ്ടൊന്ന് കുടിച്ചോക്കാണേ. കാരണം ഒരു മാസം ഉണ്ടല്ലോ, ശമ്പളമാണ് ഞാൻ കണക്കൊടുത്തത്. അതാ ഓരോരുത്തർക്കും മൊബൈൽ എടുത്തിക്കണം, ആയിക്കോട്ടെ, എന്നാലും വേണ്ടിയില്ല. കാരണം കുറച്ച് പണി ഇപ്പൊ നിങ്ങൾക്കും വേണേ. ഞാൻ അതിങ്ങനെ തറാവിക്ക് ഇമാമത്ത് നിൽക്കുക, കസാര ഇരുന്നിട്ട് പിന്നെയും സംസാരിക്കുക. നിങ്ങൾ ഒരു 65,000 ഉണ്ടാവൂല. ഒന്ന് 1,65,000 റുപ്യ മാസാന്തം ശമ്പളം കിട്ടണ ആരെങ്കിലും ഈ സാസിലുണ്ടോ? ഉണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താലും നിങ്ങൾക്ക് ആ ശമ്പളം കിട്ടണില്ല അല്ലേ? എന്നാലേ നിസ്കാരത്തിന് ശേഷം 2 മിനിറ്റ് ഇരുന്നാൽ പടച്ചോൻ ആഖിറത്തിന് ആ ശമ്പളം തരണം. അതിന് ആഖിറത്തിലെ ശമ്പളം. നീ മേലാൽ ഇത് ഒഴിവാക്കുവോ? നീ എത്ര ശമ്പളം എന്ന് വെച്ചാൽ എന്താ പറയാ? 1,00,000. അതാണല്ലോ ശമ്പളം. ഞാൻ നാളെ ഒരാളോട് എനിക്ക് എത്ര ശമ്പളം എന്ന് വെച്ച് പുത്തൻതുറി, ഞാൻ പറഞ്ഞു 1,65,000 ആണ്ട് വലിച്ച്. കാരണം ഗൾഫിലും കൂടി അങ്ങനെ കിട്ടൂലേ. ഞാൻ പറഞ്ഞു ഞാൻ നിസ്കാരത്തിന് ശേഷം ഈ തസ്ബീഹിലുള്ള ആളാണേ. അപ്പൊ എനിക്ക് ആഖിറത്ത് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് വേണ്ടേ? ആഖിറത്തിൽ വേണ്ട ശമ്പളം ഇവിടെ മതിയോ? ഇവിടെ ഇങ്ങനെ എണ്ണിട്ടിയാ മതിയോ? ആഖിറത്ത് ശമ്പളം വേണ്ടേ? ഒരു മാസം ഇത് ഒരു വക്തിലും പിന്താതെ, ഒരു വക്തിലും മിസ്സാവാതെ കൊണ്ടുനടന്നാൽ ഓൻക്ക് അള്ളാഹു തആല എണ്ണി കൊടുക്കുന്നത് 1,65,000 ഉഖ്റവിയായ ഡോളറാണ്. ഇനി ഇത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ പേരാണ് മലയാളത്തിൽ മരമണ്ടൂസ്. ഓന്റെ പേരാണ് മലയാളത്തില്. ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെ പേര് മരമണ്ടൂസ് എന്ന് പറഞ്ഞു. ഇത് ഒഴിവാക്കണവനല്ലേ ഞാൻ പറഞ്ഞു. ഇതൊക്കെ അറിഞ്ഞിട്ട് ഒഴിവാക്കി ഓ മരമണ്ടൂസ് അല്ലെങ്കിൽ ഇരിക്കണോ ഡബിൾ മണ്ടൂസ് അല്ലേ? അപ്പൊ അള്ളാഹു തആല ഇതൊന്നും നിലനിർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. 33 വട്ടം 33 വട്ടം പിന്നെ 100 ആക്കാന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വേണ്ട. എന്നിട്ടൊരു 10 വട്ടം ദിക്റും. അപ്പൊ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താണ് ചൊല്ലേണ്ടതെന്ന് വെച്ചാല് അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 വട്ടം. അതാണ് ആദ്യം ചൊല്ലുക. അസ്തഗ്ഫിറുൽ അലീം 3 വട്ടം. പിന്നെ അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം വ ഇലൈഹി യർജിഉസ്സലാം. അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം വ ഇലൈഹി യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. ഖുൽ ഹുവല്ലാഹു അഹദ്. ആരാ അതിന്റെ ഇവിടെ ഖുൽ ഹുവല്ലാഹു അഹദ് വാസാക്കി? അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം വ ഇലൈഹി യർജിഉസ്സലാം. തബാറക്ത താലയത്തെ അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅത. എന്താണ് അതിന്റെ അർത്ഥ റബ്ബേ? ഇതൊക്കെ ചൊല്ലി നീച്ചു പോണ ആൾക്ക് മനസ്സിന് എന്തൊരു കൂവത്തുണ്ടാവും. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അതാണ്ട് ചൊല്ലിയിട്ട് പിന്നെ ഒരു ആയത്തുൽ കുർസി. പിന്നെ വേണമെങ്കിൽ ഞാൻ ഊതലില്ല, നിങ്ങൾ ഊതണേ ഊതിക്കോളി. പിന്നെ ഉറക്ക ഊതരുതിട്ടാ. ഈ ബനിയനൊക്കെ കീർണമായിരി. എന്താ അങ്ങനെ ഊതന്റെ ആവശ്യം? ഞാൻ ഊതലില്ല. കാരണം അത് ഊതൽ സുന്നത്താന്ന് ഞാൻ കിതാബ് കണ്ടിട്ടില്ല. എന്നാ ഊതൽ തെറ്റാന്നൊട്ട് ഞാൻ പറയില്ല. കിതാബിലില്ല എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ കാണാത്തൊക്കെ ഇല്ല എന്ന് പറയില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണുന്നവരെ ഞാൻ ഊതൂല്ല. എന്നാ ഊതുന്ന ആൾക്കാരോട് നമുക്ക് വിരോധമില്ല. നിങ്ങൾ ഊത്ത് നിർത്താൻ നിൽക്കണ്ടട്ടോ. ആ മൂലയിലുള്ളതൊക്കെ കുറച്ച് അവസാനം ഊത്തും കുറച്ചെന്ന് പറയാൻ നിൽക്കരുത്. നിങ്ങൾ ഊതണേ നമ്മളെ എതിരല്ല. ഞാൻ എന്താ ഊതാത്ത നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ടായി, ഞാനായിക്കോളാം, നിങ്ങൾ ഊതിക്കോളി. പക്ഷെ ഊത്ത് മുഅക്കദാ സുന്നത്താന്ന് വിശ്വസിക്കരുത്. മനസ്സിലായില്ലേ?
ഞാൻ ആകെ ഒന്നെടുത്ത അമലുകളെ കൂട്ടത്തിൽ ആഖിറത്തിൽ പ്രതീക്ഷയുള്ള ഒറ്റ അമല് മാത്രമേ ഉള്ളൂ. അത് ആ ബനിയന്റെ ഉള്ളിൽ ഊതിയതാന്ന് പറയുന്നത്. ഊതിക്കോളി, നിങ്ങൾക്ക് മനസ്സിലാകണ്ട. അപ്പൊ എന്തായി? ആയത്തുൽ കുർസി കഴിഞ്ഞിട്ടാണ് ഇത് അല്ലണ്ടേ. അത് തർക്കമില്ല, ആയിക്കോട്ടെ, അത് നല്ല ഉഷാറായിട്ട് അടിച്ചോട്ടെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മഗ്രിബിന്റെയും സുബഹിന്റെയും ശേഷം ഇതെല്ലാം ആദ്യം ചെല്ലേണ്ടത് 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അവിടെ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ. എത്ര വട്ടം? 10 വട്ടം. 7 പ്രാവശ്യം അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 7 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ടാണ് ഇമാമും തിരിഞ്ഞിരിക്കേണ്ടത്. ഒരു കിതാബിലുണ്ട് ഇമാമിന് തിരിഞ്ഞിരുന്നിട്ട് ചെല്ലലാണ് സുന്നത്ത് എന്ന് കിട്ടും. അത് പ്രബലല്ല ആ കിതാബിലുള്ളത്. ഇബ്നു ഹജർ ഹൈതമി ഒക്കെ പറയുന്നത് അത് തിരിഞ്ഞിരിക്കണതിന് മുമ്പ് തന്നെ ഇമാമും ചൊല്ലണമെന്ന്. നാളൊരു കുട്ടി ചോദിച്ചു, ഇമാം എന്തിനാ തിരിഞ്ഞിരിക്കണം? ദ്വാർക്കുമ്പോ ഖിബിലക്ക് നേരെ തിരിഞ്ഞല്ലേ ഇരിക്കേണ്ടത്. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാ? ദ്വാർക്കുമ്പോ ഖിബിലക്ക് നേരെ തിരിഞ്ഞല്ലേ ഇരിക്കേണ്ടതല്ല, അപ്പൊ നിങ്ങളെത്തുകല്ലല്ലേ തിരിയേണ്ടത്. അവിടെയാണ് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമത്തിന്റെ പ്രസക്തിയും അതിന്റെ ബുദ്ധിപരമായ നിയമങ്ങളൊക്കെ, ബുദ്ധിപരമായ രീതിയൊക്കെ മനസ്സിലാകാം. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ സലാം വീട്ടി എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാതെ അങ്ങോട്ട് തന്നെ ഇരിക്കാന്ന് കൂട്ടുക. നിങ്ങൾ ചിന്തിച്ചോളി. അപ്പൊ ഒരാൾ ഒതുർത്ത് ഇങ്ങനെ വരുമ്പോ എന്താ തോന്നുന്നത്? ഞാൻ അത്തയ്യാത്തിലാന്ന് തോന്നൂലേ? അപ്പൊ അയാൾ എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ. അപ്പൊ ഞാൻ സുബ്ഹാനല്ലാഹ് ഈ ഹംക്കിനെന്നൊന്ന് പറഞ്ഞാ പോരെ? അല്ല, അതൊക്കെ തോന്നൂലേ? തോന്നുമല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകണില്ലേ? ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാതെ ഖിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് ഇങ്ങനെ മുണ്ടാതിരിക്കുകയാണെങ്കിൽ ഒരു അദ്രാമ അങ്ങനെ ഒതുർത്ത് വരുവാണ്, ഓനക്ക് എന്താ തോന്നുക? പടച്ചോനെ എത്തിക്കാത്തിലൊന്ന് പിടിച്ച അല്ലാഹു അക്ബർ. അപ്പൊ ഞാൻ തുടങ്ങി സുബ്ഹാനല്ലാഹ്. അപ്പൊ ഓനും സുബ്ഹാനല്ലാഹ് കുടുങ്ങല്ലോ. ഇപ്പൊ ഞാന് അല്ല, മനുഷ്യനെ കുഴക്കണ പരിപാടിയല്ലേ. അവിടെ ദീന് ഫിഖിന്റെ നിയമങ്ങളൊക്കെ പഠിച്ചാലുണ്ടല്ലോ, അതിന്റെയൊക്കെ രഹസ്യം പഠിച്ച അത്ഭുതമാണ് നമുക്ക്. നാളെ ഞാൻ കർണാടകയില് അതിന് അപ്പൊ മൂപ്പര അതിബുദ്ധിപരമായ ഒരു ചോദ്യം ചോദിച്ചു. എന്താ പറയുക? ഈ കട്ടോന്റെ കൈ മുറിക്കണം എന്നല്ല ദീന്റെ നിയമം. കട്ടോന്റെ കൈ മുറിക്കണം എന്ന്. അപ്പൊ മൂപ്പര് എന്നോട് ചോദിച്ചാണ്, അങ്ങനെയാണെങ്കിൽ വ്യഭിചരിച്ച ആളെ ഗുഹ്യസ്ഥാനം മുറിക്കുന്നല്ലേ വേണ്ട, എന്താ പറയാത്തതെന്ന്. ഭയങ്കര തുളഞ്ഞ ചോദ്യമായി പോയി. കട്ടോന്റെ കൈ മുറിക്കണമെങ്കിൽ വ്യഭിചരിച്ചോന്റെ എവിടെ മുറിക്കണോ? പിന്നെ ആ പണിക്കൂട്ടവൻ പോവില്ലല്ലോ. അതെന്താ പറയാത്തതെന്ന് വെച്ച് അവിടെയാണ് ഞാൻ പരിശുദ്ധ ശരീഅത്തിന്റെ ഹുക്കുമിന്റെ ഹിക്മത്ത് അയാളോട് പറഞ്ഞപ്പോ അയാളാണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, ഈ കട്ടോന്റെ കൈ മുറിക്കുക ഇങ്ങനത്തെ നിയമങ്ങൾക്കൊക്കെ പറയല് അത് സത്യത്തിൽ ഖുർആന്റെ ഭാഷയിൽ മറ്റൊരു ജീവൻ ഉണ്ടാക്കാൻ, ഈ ആദ്യ തമ്മാടിത്തരങ്ങൾ ഇല്ലാതാക്കാൻ. അപ്പൊ അതിന് എന്ത് വേണം? ഇത് പരസ്യമായിട്ട് ചെയ്യണം, പരസ്യമായിട്ട് കാണിക്കണം. ഞങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ കേരളത്തിലൊക്കെ ഈ കൊപ്പര ഉണക്കാട്ടാൽ ഒരു കാക്കച്ചിനെ കെട്ടി തൂക്കലുണ്ട്. നിങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായാലുണ്ട്? കൊപ്പര ഉണക്കാട്ടാൽ ഒരു കാക്കനെ കെട്ടി തൂക്കലില്ലേ? എന്താ അതിന്റെ അർത്ഥം? ഇനി ആരെങ്കിലും വന്നാല് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി? വെറുതെ കെട്ടി തൂക്ക ഉണ്ടായിരുന്നേ. ഇനി ആരെങ്കിലും വന്നാൽ ഇതായിരിക്കും ഗതി, അതുകൊണ്ട് മര്യാദക്ക് പൊയ്ക്കൊള്ളി എന്നതിന്റെ അർത്ഥം. ഇതാണ് ഈ കൈ വെട്ടുക എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം. അപ്പൊ ഞാനോട് പറഞ്ഞു, കട്ടോന്റെ കൈ വെട്ടിയാല് ഈ മുറിക്കപ്പെട്ട വെട്ടപ്പെട്ട കൈ എല്ലാരും കാണും. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോ കക്ക ഉദ്ദേശിച്ച ആൾക്കാരൊന്നും പിന്നെ കക്കൂല. കാരണം ഓന്റെ കൈയും പകുതി പോവും, അത് പഠിച്ചിട്ട് കക്കൂല. നേരെ മറിച്ച് വ്യഭിചരിച്ചവന്റെ ഗുഹ്യസ്ഥാനം കട്ട് ചെയ്യണം എന്ന് അതുപോലെ പറഞ്ഞാൽ ഇത് ജനങ്ങളൊന്ന് കാണണമെങ്കിൽ ആദ്യം ഉടുക്കാതെ നടക്കണ്ടേ? ഇതൊന്ന് കാണണ്ടേ? അപ്പൊ ഇത് മുറിച്ചാ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? തുണി എടുത്തിട്ട് തലയെ കെട്ടേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞ അതിന്റെ പേരല്ല പോയത്തെ തരന്ന്. ദീനിന്റെ ഒരു സൗന്ദര്യം എത്രയാണ്! ഇതൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ യുക്തിവാദികൾ ചാടിക്കയറുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ വേറെ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു സഭയിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നോട്ടാം. ഒരു നിയമങ്ങൾ പഠിച്ചോളി, നല്ലതല്ല. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി കൊണ്ട് തുടങ്ങൽ എന്താണ്? ഇതൊന്നും അറിയില്ലേ? ബിസ്മി കൊണ്ട് തുടങ്ങൽ സുന്നത്തല്ലേ? അപ്പൊ അവിടെ ഒരു നിയമമുണ്ട്. സഭയിൽ വെച്ചുകൊണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങുമ്പോ ആ ബിസ്മി ഉറക്കാക്കൽ നല്ലതാണ്. കാരണം എന്താണ്? ഈ നോമ്പറക്കായിരിക്കുമ്പോ ആർക്കും ഇപ്പൊ ഈ അഴുതും ബിസ്മി ഒന്നും ഉണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. കോഴിക്കുറക് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ആ കാൽമക്ക് ഇങ്ങനെ തൊള്ളയിൽ വെള്ളം ഊറിയിട്ട് നോക്കുകയാണ് ഈ കാരം. ഇടക്ക് ഇങ്ങനെ ബത്തക്കമ്മക്ക് നോക്കും. അതിൻ്റെ ഇടയിൽ ആർക്കപ്പൊ ബിസ്മിക്ക് ഓർമ്മയുള്ളത്? ആ സമയത്ത് ഒരാൾ ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഒരു ബിസ്മിയൊക്കെ ഉണ്ടല്ലേ, ഞാൻ മറന്നാണ്, വലിയ ഉപകാരമായി. ബിസ്മില്ലാഹിർ റഹ്മാൻ ഓനും തുടങ്ങും. ഇത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നാ കഴിഞ്ഞാല് അൽഹംദുലില്ലാ പതുക്കെ പറയണേ. എന്താ അങ്ങനെ കാരണം? അതിബുദ്ധിപരാണ് ആ നിയമം. കഴിഞ്ഞാലും അൽഹംദുലില്ലാ ഉറക്കെ പറയാന്ന് പറഞ്ഞാൽ സഭയിൽ അടി ഉണ്ടാവും. കാരണം ഈ തീറ്റയിൽ എല്ലാവർക്കും ഒരേ കഴിവല്ല. അപ്പൊ ഞാൻ ഒരു പൊറാട്ട തിന്നുന്ന സമയം കൊണ്ട് ഈ കുട്ടി ഒരു 8 എണ്ണം തിന്നു. അല്ല, ഒരു ഉദാഹരണം പറയണേ. ഞാൻ ഒരു അരപ്പൊട്ട് തിന്നുന്ന സമയം കൊണ്ട് നമ്മളെ പിന്നെ ഷരീഫ് അഷറഫിയോ ഇർഷാദ് എന്ത് ചെയ്യുന്നവരാ ഒരു 10-11 പുട്ട് ഒന്നായിട്ട് കുറ്റിയടക്കം മോന്തും. അല്ല, അപ്പൊ ഞങ്ങളൊക്കെ കൂടി ഒരു സഭയിലാന്ന് കൂട്ടിക്കോളി നിങ്ങള്. അപ്പൊ ഞാനിങ്ങനെ സ്പീഡില് ഒരു 1.25 പുട്ട് അല്ലെങ്കിൽ നൂൽപുട്ടൊക്കെ തിന്നിട്ട് ഇത് വരലിയും പീറ്റ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഓല് തുടങ്ങണ്ടാവുള്ളൂ. ഓല് ചങ്ങായി അൻ്റെത് കഴിഞ്ഞാൽ നീച്ചു പോയ പോരെ. അല്ല, അത് തോന്നുമല്ലോ അത്. കാരണം അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. വലിയ സുഖം ഉണ്ടാവില്ല കേൾക്കുമ്പോ, കാരണം ഓല് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ ഇന്ന് നോമ്പറന്ന് പത്തിരി ഇറച്ചിയും ഒക്കെ തിന്നിട്ട് എനിക്ക് മഗ്‌രിബ് 2 റക്അത്ത് ഒപ്പം കിട്ടി. ഞാൻ കണ്ട് ഇറങ്ങുമ്പോഴും ആദ്യത്തെ പറ കഴിഞ്ഞിട്ടില്ല അവിടെ കുറച്ച് ആൾക്കാർ. രണ്ടാമത്തതല്ല, ഞാൻ 2ഉം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും 1ാമത്തത് അവിടെ ഇരിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്നുങ്ങാണ്ട് കാരയ്ക്ക് മറ്റവും തിന്നാണെങ്കിൽ അവര് വെള്ളം കുടിക്കുമ്പോഴേക്ക് എന്റെ കഴിഞ്ഞിട്ടുണ്ടാവും. അവ കഴിഞ്ഞ ഉടനെ ഞാൻ അൽഹംദുലില്ലാ എന്നാണ് ചൊല്ലുക. ഈ 1.5 അംശനോട് പറയില്ല, ഉസ്താദ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മര്യാദക്ക് നീച്ചു പോയാ പോരെ എന്ന് പറയില്ല. അല്ല, പറയേ, ആ സഭ അങ്ങോട്ട് വഷളാവല്ലേ അത്. അവിടെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തുടങ്ങുമ്പോ ബിസ്മി ഉറക്കെ ചെല്ലുമ്പോ അവസാനിപ്പിച്ച അൽഹംദുലില്ലാ പതുക്കെ. എന്തൊരു സുന്ദരമാണ് ഈ ശരീഅത്ത്. സുബ്ഹാനല്ലാഹ്. ഇതങ്ങോട്ട് പഠിച്ച ഹുക്കുമിന്റെ ഹിക്മത്തും കൂടി പഠിച്ചാണ്ടല്ലോ എന്ത് രസമായിരിക്കും എന്നറിയോ. അപ്പൊ ഇന്ന് പറഞ്ഞത് ഹുക്കുമിന്റെ ഹിക്മത്തല്ല, ഒരു സാമ്പിൾ പറഞ്ഞാണ്. ഇന്ന് ആഖിറത്തിൽ മാസാന്തം 1,65,000 ശമ്പളം കിട്ടുന്ന ഒരു 2 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന സുപ്രധാനമായ ഒരു സുകൃതമാണ് പഠിപ്പിച്ചത്. ജീവിതത്തിൽ പരമാവധി പരിരക്ഷിക്കാൻ പാടുവിട്ടെങ്കിലും നമ്മൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാവണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. പടച്ചവനെ, ഞങ്ങൾ ഇരുന്നത്, പകർന്നത്, നുകർന്നത്, സംഘടിച്ചത്, ഞങ്ങൾ ചൊല്ലിയത്, ചെയ്തതൊക്കെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. മനസ്സാ വാചാ കർമ്മണ സംഭവിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്തു പരിഹരിച്ച് വലിയ അമലായി കബൂലാക്കി ഇത് അഹബ്ബായ അത്യബായ ഞങ്ങളുടെ ഷഫിയായ ഉലകത്തിന്റെ നേതൃത്വമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അവിടുത്തെ അസ്ഹാബ്, അസ്വാജ്, അഹ്ലു ബൈത്തിൽ എത്തിക്കണേ അല്ലാഹ്. വിശിഷ്യായി മാസം വിട പറഞ്ഞ ഖദീജ ഉമ്മയിൽ എത്തിക്കണേ അല്ലാഹ്. ഈ മാസം വിട പറഞ്ഞ ആയിഷ ഉമ്മയിൽ എത്തിക്കണേ അല്ലാഹ്. ഈ മാസം വിട പറഞ്ഞ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ഫാത്തിമത്ത് സഹ്റ ബത്തൂൽ
റളിയല്ലാഹു തആല അൻഹയിൽ എത്തിക്കണേ അല്ലാ. ഈ മാസം ഇവിടെ പറഞ്ഞ അലി ഇബ്നു അബി ത്വാലിബിൽ എത്തിക്കണേ അല്ലാ. ഈ മാസം ഇവിടെ പറഞ്ഞ ഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയിൽ എത്തിക്കണേ അല്ലാ. മറ്റ് മഹാന്മാർ മഹദികളിൽ എത്തിക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മഹാന്മാർ, ഈ നാടിന് നാമധേയം നൽകിയ ശൈഖ് സിറാജുദ്ദീൻ തങ്ങൾ, ഇവിടെ ഖാളിയായിരുന്ന ശൈഖുന മരക്കാർ ഉസ്താദ് അടക്കമുള്ളവരിൽ എത്തിക്കണേ അല്ലാ. പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മഹാന്മാർ, അപ്പുറം കിടക്കുന്ന കാട്ടിലെ തങ്ങൾ അടക്കമുള്ള സയ്യിദന്മാർ എല്ലാവരിലും എത്തിക്കണേ റബ്ബേ. മഹാന്മാർക്ക് മഹദികൾക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും ഖബറുകളിലാണ്, അവർക്ക് എത്തിക്കണേ അല്ലാ. അബ്ദുറഹ്മാനും നക്ഷബന്ദി അടക്കമുള്ള മശായിഖിൽ എത്തിക്കണേ അല്ലാ. അപ്പുറത്ത് ഖുതുബുസ്സമാനിലും ഇപ്പുറത്ത് യാഹൂന്നങ്ങളിലും എത്തിക്കണേ അല്ലാ. ശംസുലുൽമയിൽ എത്തിക്കണേ അല്ലാ. നിന്റെ മഹളായ ഫضل കൊണ്ട്, മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പിരിഞ്ഞ് ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഖബറുകളെ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ആർക്കെങ്കിലും അദാബുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഹൃത്തടങ്ങളിൽ നിന്ന് ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയ, സൂജിബ്, അദാവത്ത്, ശഹവത്ത്, വിദ്അത്ത്, ഖവാത്തുകൾ ഒഴിവാക്കി തരണേ അല്ലാ. ഞങ്ങളെ ശരീരങ്ങളിൽ നിന്ന് അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്ക്, പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി പോലെയുള്ള കൊറോണ, ഒമിക്രോൺ പോലെയുള്ള രോഗങ്ങളും രോഗലക്ഷണങ്ങളും വൈറസുകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. ജീവിതം അഭിമാനത്തിലാക്കണേ അല്ലാ, ഇസ്സത്തിലാക്കണേ അല്ലാ, യശസ്സിലാക്കണേ അല്ലാ, വളർച്ചയിലാക്കണേ അല്ലാ, ഉയർച്ച നൽകണേ അല്ലാ, ഖിദ്മത്തിന് ഭാഗ്യം നൽകണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. അവസാനം നല്ല സമയത്ത് നല്ല സ്ഥലത്ത് നല്ലത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വർഗം കണ്ട് ചിരിച്ച് ഉറക്ക ദിക്ർ ചൊല്ലി മരിപ്പിക്കണേ അല്ലാ. അല്ലാ, ഇതൊക്കെ അതിന് കാരണമായി സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമയങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സംസാരങ്ങളിൽ ബർക്കത്ത് നൽകണേ. സമീപനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. പെരുമാറ്റങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. യാത്രകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഇടപാടുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ചിന്തകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. തീരുമാനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ റഹ്മത്ത് കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട് പൊതിയണേ അല്ലാ. ഈ നാടിനെ ചുറ്റുഭാഗത്ത് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. രോഗാണുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. നോമ്പ് തുറക്കാനിരിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുമക്കളെ ഫലസ്തീനിൽ വെടിവെച്ച് കൊന്ന കാബാലികളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഇന്ത്യയും വർഗീയവാദികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നാട്ടിൽ, വീട്ടിൽ, റോട്ടിൽ, കൂട്ടുകാരിൽ, നാട്ടുകാരിൽ, വീട്ടുകാരിൽ, കുടുംബക്കാരിൽ ഐശ്വര്യം, അഭിവൃദ്ധി, സന്തോഷം, സുരക്ഷിതത്വം നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖിയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഹാർട്ടിന് രോഗമായി ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് ചികിത്സിച്ചിട്ട് ഭേദമാവാതെ നാളെ കോയമ്പത്തൂരിൽ കൊണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരനെ ദ്വാരക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ രോഗമെന്ന് എനിക്കറിയില്ല. കുടുംബക്കാരൻ ജലാന്തരമായ കണ്ണോടെയാണ് തൊണ്ടയിടറി പറഞ്ഞത്. നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മാരക രോഗങ്ങളിൽ പെടുന്നതിന്, മരിക്കുന്ന ലക്ഷണങ്ങളിൽ പെടുത്തല്ല അല്ലാ. അപകടങ്ങളിൽ പെടുത്തല്ല അല്ലാ. اللهم اجعل هذا الشهر الشريف الذي شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا. اللهم اعتق رقاب